ക്യാൻസർ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പേടിയാണല്ലേ? പക്ഷേ എന്താണ് ശരിക്കും ഈ ക്യാൻസർ? വാ നോക്കാം. നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള വാക്കാണിത്. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും എന്തറിയാം? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ക്യാൻസർ എന്ന് പറയുന്നത് ഒരൊറ്റ അസുഖമല്ല. സത്യത്തിൽ 100-ലധികം രോഗങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണിത്. ഈ രോഗങ്ങൾക്കെല്ലാം പൊതുവായി ഒന്നേ ഉള്ളൂ: കോശങ്ങളുടെ ഒരു നിയന്ത്രണവുമില്ലാത്ത വളർച്ച. അപ്പോൾ ഈ കൺട്രോളില്ലാത്ത വളർച്ച എങ്ങനെയാ തുടങ്ങുന്നത്? കഥ തുടങ്ങുന്നത് നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ നിന്നാണ്. ഓരോ കോശത്തിനകത്തും അതിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കോഡുണ്ട്. അതാണ് DNA. ചില സമയങ്ങളിൽ ഈ കോഡിൽ ചെറിയൊരു പിശക്, അതായത് ഒരു ഗ്ലിച്ച് സംഭവിക്കാം. ഇതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പുകവലി, മദ്യപാനം, അമിതമായി വെയിൽ കൊള്ളുന്നത്, എന്തിന് ഒരു കാരണവുമില്ലാതെയും ഈ പിഴവുകൾ വരാം. ഇങ്ങനെ പിഴവ് പറ്റിയ കോശം പിന്നെ ഒരു നിയമവും പാലിക്കില്ല. അത് പിന്നെ പെരുകാൻ തുടങ്ങും, ഒരു നിയന്ത്രണവുമില്ലാതെ. ഇങ്ങനെ പെരുകിയുണ്ടാകുന്ന കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ ട്യൂമർ അല്ലെങ്കിൽ മുഴ എന്ന് വിളിക്കുന്നത്. എല്ലാ മുഴകളും അപകടകാരികളല്ല കേട്ടോ. ചിലത് ഒരിടത്ത് തന്നെ നിൽക്കും, മറ്റു ചിലത് പടർന്നു പിടിക്കും. ഇങ്ങനെ പടർന്നു പിടിക്കുന്നതിനെയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും അപകടകരമായ അവസ്ഥ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? എന്തൊക്കെയാണ് ചികിത്സകൾ? സാധാരണയായി ടെസ്റ്റുകൾ, സ്കാനിംഗ്, ബയോപ്സി, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് രോഗം ഉറപ്പിക്കുന്നത്. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ. ചികിത്സയുടെ ലക്ഷ്യം ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നതാണ്. ക്യാൻസർ ചികിത്സ അത്ര എളുപ്പമുള്ള ഒന്നല്ല. ശരീരത്തിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. കാരണം ചികിത്സ ക്യാൻസർ കോശങ്ങളെ മാത്രമല്ല, നമ്മുടെ നല്ല കോശങ്ങളെയും ബാധിക്കും. ചികിത്സ കൊണ്ട് ട്യൂമർ ചുരുങ്ങാം, രോഗം ഭേദമാകാം. പക്ഷെ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരാനും സാധ്യതയുണ്ട്. പക്ഷേ വൈദ്യശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ചികിത്സകൾ എപ്പോഴും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഓർക്കുക, അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം.